വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്. കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അസ്തിത്വം ഉറപ്പിക്കാനുള്ള പോരാട്ടമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടതെന്ന് AICC അംഗം കെ സുധാകരൻ MP. ഐക്യജനാധിപത്യ മുന്നണി കരുത്താർജിച്ച് മുന്നോട്ട് വന്നത് ജനവിശ്വാസം കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. UDF സ്ഥാനാർത്ഥി KP സാജുവിന്റെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തലശ്ശേരിയിൽ നടന്ന റോഡ് ഷോയും സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ഭരണമാണ് കേരളം ആഗ്രഹിക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു. ജീവൻ മരണ പോരാട്ടത്തിലാണ്. ഇവിടെ ഞങ്ങൾ ജീവിക്കണമോ മരിക്കണമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തലാണ് ഈ മീറ്റിംഗ്, ഈ യോഗത്തിലെ ചർച്ച. അതുകൊണ്ട് ഓരോ ആളോടും ഞാൻ പറയുന്നു, കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അസ്തിത്വം ഉറപ്പിക്കാനുള്ള ഒരു പോരാട്ടമായി ഈ പോരാട്ടത്തെ നിങ്ങൾക്ക് കാണാം. ആ നാടിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കാനും ആ നാടിൻ്റെ നേതാക്കന്മാരുടെ നേതൃത്വം ഉൾക്കൊള്ളാനും സാധിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മുൻപോട്ട് പോകണം എന്നതാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. അതുകൊണ്ട് ആരൊക്കെ ഈ സംസ്ഥാനത്തേക്ക് കടന്നു വന്നാലും ആ കടന്നു വന്ന കൂട്ടത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, ആ നേതാക്കന്മാരുടെ പങ്കാളിത്തം, അവരുടെ ജനാധിപത്യ ബോധം, ആ ജനാധിപത്യ ബോധത്തിൻ്റെ ജനാധിപത്യ അവകാശം, അതൊക്കെ നിങ്ങൾക്ക് വാരിക്കോരി തരാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ആവശ്യമെന്ന് നിങ്ങൾക്കറിയാം. കേരള ജനതയുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ പിണറായി സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കേരളത്തിൽ യുവാക്കൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിദേശത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അനുയോജ്യമായ ഒരു സാഹചര്യം കേരളത്തിൽ പടുത്തുയർത്തുക എന്നുള്ളതാണ് ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അവിടെയാണ് ഇന്ന് UDFന്റെ മാനിഫെസ്റ്റോ ആരോഗ്യ സുരക്ഷയും തൊഴിൽ സുരക്ഷയും തുല്യതയും അങ്ങനെ എല്ലാം കൊണ്ടും അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള സംരംഭം തുടങ്ങാനുള്ള പിന്തുണയും എല്ലാം നൽകിക്കൊണ്ട് ഒരു പൗരന് എന്തൊക്കെ വേണം അവൻ ഉയരാൻ, അതെല്ലാം നൽകിക്കൊണ്ടാണ് ഇവിടെ വാഗ്ദാനങ്ങൾ UDF നൽകിയിട്ടുള്ളത്. വളർന്നുവരുന്ന യുവതയ്ക്ക് കേരളത്തിൽ അവരുടെ ജീവിതം സുന്ദരമാക്കാൻ കഴിയുന്ന അന്തരീക്ഷം നമുക്കില്ല. കേരളത്തിലെ യുവാക്കൾ വിദേശത്ത് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസം ഒരുക്കിക്കൊടുക്കുക എന്നതാണ് ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ കടമ. അവിടെയാണ് UDFന്റെ മാനിഫെസ്റ്റോ അവതരിപ്പിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ UDF ചെയർമാൻ N മഹമ്മൂദ് അധ്യക്ഷനായി. സ്ഥാനാർത്ഥി KP സാജു, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് അഡ്വക്കേറ്റ് KA ലത്തീഫ്, അഡ്വക്കേറ്റ് T അസഫ് അലി, സജീവ് മാറോളി, AK അബൂട്ടി ഹാജി, VA നാരായണൻ, MP അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി. അരുൺ A എന്ന പടക്കക്കടയിൽ നിന്ന് 99 രൂപയ്ക്ക് 3 പാക്കറ്റ് പൂക്കുറ്റിയും 80 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. മനു B എന്ന പടക്കക്കടയിൽ നിന്ന് 64 രൂപയ്ക്ക് 2 പാക്കറ്റ് പൂക്കുറ്റിയും 88 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. ഏത് കടയിൽ നിന്നാണ് ലാഭത്തിന് പടക്കം കിട്ടിയത് എന്ന് പറയാമോ? കണാരി വൈവിധ്യമാർന്ന ശിവകാശി പടക്കങ്ങളുടെ മഹനീയ ശേഖരം, വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്.